Discover, learn, achieve. Empowering young minds for a promising future. Admissions open for next academic year. Pre-KG to class 12. Lakshmi Narayana Vidya Niketan, Palapuram and Lakshmi Narayana Junior School, Ottapalam. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കന്നുകാലികൾ എത്തുന്നില്ല. പ്രതിഷേധം സംഘടിപ്പിച്ച കർഷകർ. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കന്നുകാലികൾ എത്താത്തതിൽ വാണിയംകുളം ചന്തയിലെ കർഷകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗോസംരക്ഷണം എന്ന പേരിൽ കേരളത്തിലേക്ക് വാഹനങ്ങളിൽ അന്യസംസ്ഥാനത്ത് നിന്നും എത്തുന്ന കന്നുകാലികളെ തടഞ്ഞ് ഗോശാലയിൽ കൊണ്ടാക്കുകയും പിന്നീട് അവയെ വിൽക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം നൽകാതെ ചാവുകയോ ചെയ്യുന്നതിലാണ് കർഷകർ പ്രതിഷേധിച്ചത്. ഇത് വലിയ പ്രതിസന്ധികൾ കർഷകർക്ക് ഉണ്ടാക്കുന്നതായി കർഷകർ ആരോപിച്ചു. ഗോസംരക്ഷകർ ഈ സാധനം നമ്മൾ മേടിച്ചു കൊണ്ടുവരുമ്പോഴാണ്, ബൾക്കായിട്ട് നമ്മൾ ഒരു ചന്തയിൽ പോയി മേടിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഇവർ പിടിച്ചു കൊണ്ടുപോകുന്നത്. പിടിച്ചുകൊണ്ട് ഗോശാല എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് വിടുക. അവിടെ കൊണ്ട് നമ്മളതിന് കോർട്ട് ഓർഡർ, നമ്മൾ റിലീസ് ഓർഡർ എന്തെങ്കിലും എടുത്ത് അവിടെ പോയി കഴിഞ്ഞാൽ ഈ സാധനം അവിടെ ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ അവർ വിറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് പുല്ലും വൈക്കോലും കിട്ടാതെ അത് ചത്തുപോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത്. ഇപ്പോൾ അത് കൂടി വന്നിട്ട് ഇതിപ്പോൾ മൊത്തം ഭയങ്കരമായി. ഇന്നലെ കഴിഞ്ഞ ദിവസം വാണിയംകുളം ചന്തയിലേക്ക് എത്തേണ്ട 18 വണ്ടികൾ ഇത്തരത്തിൽ പിടിച്ചുകൊണ്ടുപോയതായും 3 മാസത്തിനുള്ളിൽ 5 വണ്ടികൾ നഷ്ടപ്പെട്ടതായും 1 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും ചന്തയിലെത്തിയ കർഷകൻ പറഞ്ഞു. വാഹനത്തിലുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും അവർ ആരോപിക്കുന്നു. ഉദാഹരണം, ഞാൻ എൻ്റെ 3 മാസം കൊണ്ട് 5 വണ്ടി പോയ ഒരാളാണ് ഞാൻ. 2 വണ്ടി കർണാടകയിൽ, 1 വണ്ടി മഹാരാഷ്ട്ര, 2 വണ്ടി ഹൈദരാബാദ് വെച്ച് 5 വണ്ടി നഷ്ടപ്പെടുത്തിയ ഒരാളാണ് ഞാൻ. 1 കോടി രൂപയോളം പോയിട്ട് കിടക്കണം നമ്മളുടെ. വണ്ടി ഇറക്കാൻ മാത്രം, വണ്ടി അന്ന് പിടിച്ചു പോകുന്നതല്ലാതെ ഈ വണ്ടി റിലീസ് ചെയ്യാൻ മാത്രം ലക്ഷങ്ങൾ രൂപ ചിലവാണ്. അതിൽ ഉൾപ്പെട്ട ആൾക്കാർ അവർ അടിച്ചിട്ടും തല്ലിയിട്ടും. കന്നുകാലികളുടെ വരവ് കുറഞ്ഞതോടെ ഇത് ഉപജീവനമാർഗമാക്കിയ നിരവധി ആളുകൾ പ്രതിസന്ധിയിലായതായും സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ആരും ഇതിന് ശ്രദ്ധയിൽപ്പെടുത്തുന്നുമില്ല, ഇതിനാരും ഒരു സപ്പോർട്ടായിട്ട് വരുന്നുമില്ല. അപ്പോൾ നമ്മുടെ കേരള സർക്കാരിന് ഇതിനെ ശ്രദ്ധയിൽപ്പെടുത്തുക, അവർ അന്യസംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരിക.